ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ പാൽമറാസും സാന്റോസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. പാൽമറാസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. ഈ മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പാൽമറാസ് അവരെ തോൽപ്പിച്ചിട്ടുള്ളത്. യുവ സൂപ്പർ താരമായ വിക്ടോർ റോക്കാണ് ഈ മത്സരത്തിൽ തിളങ്ങിയത്. 2 ഗോളുകളും അദ്ദേഹത്തിന്റെ വകയായിരുന്നു. മത്സരത്തിന്റെ 67-80 മിനിറ്റുകളിലാണ് റോക്ക് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടുകൂടി സാന്റോസ് തോൽവി രുചിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും റെലഗേഷൻ സോണിലാണ് സാന്റോസ് ഉള്ളത്. ഇനിയുള്ള മത്സരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ മത്സരങ്ങൾ തന്നെയാണ്. ഈ മത്സരത്തിൽ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ടീമിനെ രക്ഷിക്കണമെന്ന ഒരു അതിയായ ആഗ്രഹം നെയ്മർക്കുണ്ടായിരുന്നു. പക്ഷേ നെയ്മർ ജൂനിയറെ കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം സാന്റോസിന്റെ പരിശീലക സംഘമാണ് എടുത്തിട്ടുള്ളത്. കാരണം പാൽമറാസിന്റെ ഈ ഗ്രൗണ്ട് അത് ആർട്ടിഫിഷ്യൽ ടർഫാണ്. നെയ്മർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫാബിയോ സോർമാനി. അതായത് നെയ്മർ കളിച്ചാലും കുറ്റം, നെയ്മർ കളിച്ചില്ലെങ്കിലും കുറ്റം, എല്ലാവർക്കും നെയ്മറെ വിമർശിക്കാനാണ് താല്പര്യം എന്നാണ് സോർമാനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ഇന്ന് കളിക്കാത്തത് അദ്ദേഹത്തിന്റെ കാരണം കൊണ്ടല്ല. അതിന്റെ പേരിൽ ആരും അദ്ദേഹത്തെ വിമർശിക്കേണ്ടതില്ല. സാന്റോസ് പരിശീലക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നെയ്മർ ഇന്ന് കളിക്കാത്തത്. പരിശീലക സംഘത്തിന്റെ വാക്ക് അവഗണിച്ചുകൊണ്ട് നെയ്മർ കളിച്ചാൽ എല്ലാവരും പറയും നെയ്മർ അഹങ്കാരിയാണ് എന്ന്. നെയ്മറാണ് ക്ലബിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയും. ഇനി നെയ്മർ കളിച്ചില്ലെങ്കിൽ അതിനും വിമർശനം. നെയ്മർക്ക് സാന്റോസിനോട് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നാണ് നെയ്മർ കളിച്ചില്ലെങ്കിലും പലരും വിമർശിക്കുന്നത്. നെയ്മറുടെ കാര്യത്തിൽ എല്ലാവർക്കും വിമർശിക്കാനാണ് ഇഷ്ടം. ഇതാണ് ഇപ്പോൾ ഫാബിയോ സോർമാനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ലാത്തത് സാന്റോസിന് ഇന്നത്തെ മത്സരത്തിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സാന്റോസിന്റെ എതിരാളികൾ കരുത്തരായ ഫ്ലമംഗോയാണ്. ആ മത്സരത്തിലും പരാജയപ്പെട്ടാൽ സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവ് അത് ദുഷ്കരമായി മാറും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.